മിക്കവാറും എല്ലാവരും വിഷുവിൻ്റെ അന്നത്തെ കാഴ്ചകളല്ലേ കാണിക്കുന്നത്. ഇന്ന് നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വിഷുവിൻ്റെ തലേ ദിവസം നമ്മൾ കണിയൊക്കെ ഒരുക്കി വെക്കുന്ന ആ ഒരു കാഴ്ച ഒന്ന് കണ്ടാലോ. ഷോപ്പിൽ നിന്ന് വന്നപ്പോഴേ അത്യാവശ്യം കണി ഒരുക്കാൻ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ചാച്ചിയമ്മ വാങ്ങി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ നമുക്കിവിടെ ഉള്ളായിരുന്നു കേട്ടോ. നിറബറ, നാഴി എന്നീ ഐറ്റംസ് ഒക്കെ നേരത്തെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അരി, ചെറുപയർ, നാണയത്തൊട്ട് എന്നിവയെല്ലാം നമ്മൾ അതിലങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഫ്രൂട്ട്സ് ഒക്കെ ആവശ്യം പോലെ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞേട്ടോ. പിന്നെ കണിക്കൊന്നയുടെ കാര്യം വീട്ടിലുള്ളപ്പോൾ ഒരിക്കലും നമ്മൾ അതിന്റെ വിലയേറിയത്തില്ല ഗൈസ്. ഇപ്പൊ എവിടെ നിന്നൊക്കെ പിടിച്ചു പറിച്ച് കൊണ്ടുവന്നെയാണ് കേട്ടോ ഈ ഇരിക്കുന്ന കണിക്കൊന്ന. പിന്നെ ഒരു മുണ്ടും വെച്ച് അതിന്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എന്റെ ഒരു മാലയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഗോൾഡ് ഒന്നും വെച്ചിട്ടില്ല, നാളെ കണി കാണാൻ നേരം വെക്കാമെന്നാണ് ഞങ്ങളിപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം കാലം അത്ര മോശമാണേ. അങ്ങനെ നിലവിളക്കൊക്കെ വെച്ച് തിരിയൊക്കെ ഇട്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മുടെ വിഷുക്കണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ രാവിലെ എണ്ണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് വിഷുക്കണി കണ്ടാൽ മതി കേട്ടോ. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. രാവിലെ എണ്ണീറ്റ് വിഷുക്കണി കാണുന്നതിന്റെ തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഉറക്കപ്പിച്ചയാണ് മെയിൻ താരം, അതുകൊണ്ട് തന്നെ കണി കാണുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അത് തന്നെയല്ല, ആളിഞ്ഞ പോലെ കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സദ്യ കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വിഷു സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല ഗംഭീരമായിട്ട് കഴിച്ച് അമ്മയും ഞങ്ങളും അങ്ങ് സന്തോഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ. എനിക്കാണെന്നുണ്ടെങ്കിൽ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെയാണ് ഗൈസ്. നോർമലി കഴിച്ചിട്ടൊരു സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു ഗൈസ്. പൊളി പൊളി പൊളി. ഈ വർഷത്തെ വിഷു നമ്മൾ അടിപൊളിയായിട്ട് സക്സസ് ആക്കിയിരിക്കുന്നു. അപ്പൊ ടാറ്റ.